അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പീസ് റേഡിയോ വഴികാട്ടി നെക്സ്റ്റ് ഒരു എപ്പിസോഡിലോട്ട് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നത് എൻജിനീയറിംഗ് ക്യാമ്പസിലോട്ട് പുതുതായിട്ട് ജോയിൻ ചെയ്ത, ഈ വർഷം 2025 ജോയിൻ ചെയ്ത പുതിയ സ്റ്റുഡൻസിനുള്ള ഒരു കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളായിരുന്നു നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. എസ്പെഷ്യലി അതിൽ അക്കാഡമിക് രംഗത്ത് അവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളായിരുന്നു നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള നിലയ്ക്ക് തന്നെ അവർ ത്രൂ ഔട്ട് കോഴ്സ് കൊണ്ട് നടക്കുമ്പോൾ ഒരു 4 years ക്യാമ്പസിൻ്റെ അകത്ത് ജീവിക്കുമ്പോൾ, അല്ലെങ്കിൽ ക്യാമ്പസ് ലൈഫിൻ്റെ അകത്ത് വരുന്ന കുറച്ച് കാര്യങ്ങളും, അതേപോലെ തന്നെ ഇപ്പം ഇതുവരെയുള്ള റെഗുലർ സ്കൂൾ സിസ്റ്റത്തിൽ നിന്ന് ഒരു ക്യാമ്പസ് ലൈഫിലോട്ട് മാറുമ്പോഴുള്ള കുറച്ച് കാര്യങ്ങളും ഇൻഷാ അല്ലാഹ് നമ്മൾ ചർച്ച ചെയ്യാനാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ലുബൈബ് സാർ തന്നെയാണ് നമുക്ക് ഇന്നും ഉള്ളത്. ലുബൈബ് സാർ അറിയുന്നുണ്ടാവും, നമുക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ് TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊല്ലത്തുള്ള. കൊല്ലം ക്യാമ്പസ് നമുക്കറിയാം, വൺ ഓഫ് ദ ഒരു എന്താ പറയുക പ്രസ്റ്റീജിയസ് എഞ്ചിനീയറിംഗ് കോളേജാണ് കേരളത്തിൻ്റെ അകത്തുള്ള. സോ വഴികാട്ടിയുടെ അടുത്തൊരു നെക്സ്റ്റ് എപ്പിസോഡിലോട്ട് സാർ സ്വാഗതം. ഓക്കെ, താങ്ക് യു. നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സാറ് ഡിസ്കസ് ചെയ്തിരുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു അക്കാഡമിക് രംഗത്ത് അവർ ജസ്റ്റ് എൻട്രി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും അങ്ങനത്തെ കുറച്ച് നിർദ്ദേശങ്ങളൊക്കെയാണ് നമ്മൾ വെച്ചത്. അപ്പം അതിൻ്റെ പൂർത്തീകരണം എന്നുള്ള നിലയ്ക്ക് തന്നെ അതിൽ എസ്പെഷ്യലി നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്. എസ്പെഷ്യലി അവരുടെ ഈ എക്സാംസ് അടക്കം എക്സാമിനേഷൻ സിസ്റ്റംസും മാറുന്നുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ്? പ്ലസ് അവരുടെ അറ്റൻഡൻസ്, ഇൻറ്റേൺസ്, ഇങ്ങനത്തെ ഇൻറ്റേർണൽ എക്സാംസ്, ഇങ്ങനത്തെ കാര്യങ്ങളല്ലോ. അതൊന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് സാറ് പറയുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് അതിൽ ഉപകാരം. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ഒരു സ്കൂളിൽ നിന്ന് ഒരു ക്യാമ്പസിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ എസ്പെഷ്യലി ഒരു എഞ്ചിനീയറിംഗ് കോഴ്സിന് വരുമ്പോൾ, മോസ്റ്റ്ലി നമ്മുടെ മെജോറിറ്റി കുട്ടികളും കേരളത്തിലുള്ള KTU അഫിലിയേറ്റഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ, KTUയുടെ സിലബസിനെ ഫോളോ ചെയ്യുന്ന ആളുകൾ, അതല്ലെങ്കിൽ കുറച്ച് ഇപ്പോൾ ഓട്ടോണമസ് സ്ഥാപനങ്ങളും, ഏത് ക്യാമ്പസുകളിലാണെങ്കിലും അവർക്കൊരു ക്രെഡിറ്റ് സിസ്റ്റമാണുള്ളത്. ഇപ്പോൾ ഈ BTech കഴിഞ്ഞ് അവർ പോകുമ്പോൾ അവർക്ക് ഇത്ര ക്രെഡിറ്റ് അവർക്ക് ഉണ്ടായിരിക്കണം, അപ്പോഴാണ് ഡിഗ്രി കിട്ടുക. അപ്പോൾ അതിൽ എൻ സെമസ്റ്റർ എക്സാമിനേഷൻ, അതുപോലെ തന്നെ ഇൻറ്റേർണൽ ഇവാലുവേഷൻ ഉണ്ട്, കണ്ടിന്യൂസ് ഇൻറ്റേർണൽ അസസ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. നമ്മുടെ സ്കൂളിൽ അവർക്ക് കിട്ടിയിരുന്ന രൂപത്തിൽ അങ്ങനെ വളരെ സിമ്പിളായിട്ട് കൂളായിട്ട് ഇൻറ്റേർണൽ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ പലപ്പോഴും കുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട്. അത് കുറച്ചുകൂടെ അങ്ങനെ അല്ല അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. ഈവൻ ചിലപ്പം ഇനി ഏതെങ്കിലും ചില കോളേജുകൾ ഒറ്റപ്പെട്ട കോളേജിൽ കൊടുക്കുന്നുണ്ടോ നമുക്കറിയില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒട്ടുമിക്ക സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ അടക്കം ബാക്കിയുള്ള കോളേജുകൾ എന്തായിരുന്നാലും എന്ത് ചെയ്യില്ല, അങ്ങനെ വാരിക്കോരി കൊടുക്കും. വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെയാണ് കാര്യങ്ങൾ. കാരണം വാല്യുവേഷനിൽ അത്തരം ഒരു വെള്ളം ചേർക്കുന്ന രീതി എന്ത് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ആക്ച്വലി നമുക്ക് കാണാം കേരളത്തിൽ ഈ 98, 99 ഒക്കെ റിസൾട്ട് ഉണ്ടാകുമ്പോഴും, +2നും SLCക്കും റിസൾട്ട് ഉണ്ടാകുമ്പോഴും എഞ്ചിനീയറിംഗിൻ്റെ പാസ് പെർസെൻറ്റേജ് ബിലോ 50 ആണ്. അതങ്ങനെ വരും. ഓക്കെ, അപ്പം അതിൻ്റെ ഇവാലുവേഷൻ ആ രൂപത്തിൽ തന്നെ കിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും, പിന്നെ ഇവിടെ കഴിഞ്ഞ ഇതിൽ ഞാൻ പറഞ്ഞു ഈ സീരീസ് എക്സാമിൻ്റെ ഇമ്പോർട്ടൻസ്. സീരീസ് എക്സാം അത് നമ്മുടെ എൻ സെമസ്റ്റർ എക്സാമിൻ്റെ ഒരു ഭാഗമാണ്. അതിൽ നിന്ന് അവിടെ മാർക്ക് പോയി കഴിഞ്ഞാൽ പിന്നീട് അവന് ഒരു നല്ല ഗ്രേഡിലേക്ക് എത്താൻ കഴിയില്ല, കാരണം അത്രയും മാർക്കോട് ഓൾറെഡി പോയി. അതുകൂടെ ആഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, എൻ സെമസ്റ്ററിൻ്റെ അത് വരിക. പിന്നെ അറ്റൻഡൻസിന് സ്കൂളിൽ അവർക്കിപ്പം അത്തരം ഒരു കണ്ടീഷൻ ഇല്ല. അപ്പം രാവിലെ അറ്റൻഡൻസ് എടുക്കുന്നു, ഉച്ചയ്ക്ക് എടുക്കുന്നുണ്ടായിരിക്കും. ഇവിടെ നമുക്ക് എല്ലാ ഹവേഴ്സിനും ഫാക്കൽറ്റീസ് എന്ത് ചെയ്തും അറ്റൻഡൻസ് എടുക്കും. ഓരോ ഇവിടെ സബ്ജക്റ്റുകൾ നല്ല നമ്മൾ പറയാം കോഴ്സുകൾ എന്ന് പറയാം. അതായത് ഇപ്പം അക്രഡിറ്റേഷൻ പെർസ്പെക്റ്റീവിൽ എല്ലാം കോഴ്സുകളാണ്. ഒരു ഫാക്കൽറ്റി എടുക്കുന്ന സബ്ജക്റ്റ് ഒരു കോഴ്സാണ്. അപ്പോൾ ഓരോ കോഴ്സിനും അതിന് അറ്റൻഡൻസ് ഉണ്ട്, കണ്ടീഷൻസ് ഉണ്ട്. ഓരോ സബ്ജക്റ്റിനും അഥവാ ഈ ഓരോ കോഴ്സിനും 75% സെപ്പറേറ്റ് അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ ആ കോഴ്സിന് പരീക്ഷ എഴുതാൻ പറ്റും. ഇനി എന്തെങ്കിലും മെഡിക്കൽ റീസൺസ് കാര്യങ്ങൾ കൊണ്ട് കുറഞ്ഞു വന്നാൽ അത് 60% ആണെങ്കിൽ 60നെ 75 മാറ്റാൻ അവരുടെ പീരീഡിൽ 2 തവണ എന്ത് കിട്ടും, കണ്ടോണേഷൻ എന്നുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടാവും. അത് ഒരു തവണ ഡയറക്റ്റായിട്ട്, രണ്ടാമത്തെ തവണ പ്രിൻസിപ്പൽ പെർമിറ്റ് ചെയ്താൽ ഇങ്ങനെയാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ്, വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ അറ്റൻഡൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാത്രമല്ല ഈ ഇൻറ്റേർണൽ മാർക്കിൽ അറ്റൻഡൻസിനൊരു കമ്പോണൻ്റ് ഉണ്ട്. അപ്പോൾ അറ്റൻഡൻസിന് കറസ്പോണ്ടിങ്ങിൽ എന്തുണ്ട്,
അതിൻ്റെ പെർസെൻറ്റേജിനനുസരിച്ച് മാർക്കിലേക്കും കൂടെ എന്ത് ചെയ്യും, മാപ്പ് ചെയ്യും. ഓരോ സബ്ജക്റ്റിൻ്റെയും അറ്റൻഡൻസ് അതാത് സബ്ജക്റ്റിൻ്റെ ഇൻറ്റേർണലിൽ റിഫ്ലക്ട് ചെയ്യും. ആ ഫാക്കൽറ്റി അതും കൂടി നോക്കിയിട്ടാണ് മാർക്ക് ഇടാൻ അർത്ഥം. അത് അതിലൊന്നും നമുക്കൊന്നും എഡിറ്റ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന അവിടുത്തെ LMS സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയ്ക്ക് അപ്പുറത്തേക്ക് നമുക്ക് അറ്റൻഡൻസ് പ്രീവിയസ് അറ്റൻഡൻസ് എഡിറ്റ് ചെയ്യാൻ കഴിയില്ല. ഡിസേബിൾ ആയിട്ട് കിടക്കുന്നുണ്ടാവും. അത് കിടക്കും, പിന്നെ കഴിയില്ല. അപ്പം ഇത് ഓട്ടോമാറ്റിക്കലി അറ്റൻഡൻസ് എല്ലാം ഫൈനൽ വരുമ്പോൾ ഇതൊന്നും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക, അല്ല ഇത്ര അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ സിസ്റ്റം കാൽക്കുലേറ്റ് ചെയ്യുക. അതിലൊന്നും നമുക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയില്ല. ആ രൂപത്തിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. പലരും വിചാരിക്കുന്നത് എന്താ വെച്ചാൽ നമ്മളെ സ്കൂൾ സിസ്റ്റത്തിലൊക്കെ ഉള്ള പോലെ മാനുവലി ആ രജിസ്റ്ററിന്റെ അകത്ത് പിന്നെ സൈൻ ചെയ്യലും അതിൽ ടിക്ക് ചെയ്യലും ഒക്കെയാണല്ലോ, അതാണ് മനസ്സിലുള്ളത്. അപ്പം അങ്ങനെ എഡിറ്റ് ചെയ്യാനൊന്നും അത്ര പ്രൊവിഷൻ ഇല്ല. ചെയ്താലും അതിന് 100,000 എക്സ്പ്ലനേഷൻസ് പിന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, കൊടുക്കേണ്ടി വരും. ആരും അതിന് മെനക്കെടില്ല. ഇല്ല, കാരണം എന്ന് വെച്ചാൽ കുറച്ചുകൂടെ പൊളിറ്റിക്കലിയും കാര്യങ്ങളൊക്കെ ഉള്ള ക്യാമ്പസുകളായിരിക്കും. ഏതെങ്കിലും ഒരുത്തിന് നമ്മൾ എന്തെങ്കിലും റിലാക്സേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ എതിർ പാർട്ടിക്കാരനോട് പക്ഷേ എന്ത് ചെയ്യും, അത് ഇഷ്യൂസ് ഉണ്ടാക്കുക. നമുക്കറിയാലോ കേരളത്തിൻ്റെ ഒരു സാഹചര്യം, വിവാദങ്ങളിലേക്ക് ആരും റിസ്ക് എടുക്കാൻ ഒരു ഫാക്കൽറ്റി എന്താവില്ല, തയ്യാറാവില്ല. അതുകൊണ്ട് അങ്ങനെയൊന്നും അറ്റൻഡൻസും ഇൻറ്റേർണലും എന്ത് ചെയ്യില്ല, കറക്റ്റായിട്ട് ഉള്ളത് എവിടെയും പോവില്ല, കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ആ കാര്യങ്ങൾ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് കുട്ടികൾ എന്ത് ചെയ്യണം, പരീക്ഷകൾ ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പോലുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ ഫസ്റ്റ് സെമസ്റ്റർ ഓൺവേർഡ്സ് അവർക്ക് എന്തുണ്ടാവും, പിന്നെ സെമിനാറുകളും അതുപോലെ തന്നെ മൈക്രോ പ്രൊജക്റ്റുകളും കോഴ്സ് ലെവൽ പ്രൊജക്റ്റുകളും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും. സീരീസ് ഓഫ് പ്രസൻറ്റേഷനിലൂടെ അവരിപ്പോൾ ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിലും മലയാളം മീഡിയം ആണെങ്കിലും സ്റ്റേറ്റ് ആണെങ്കിലും ഏത് സിലബസ് പഠിച്ചവരാണെങ്കിലും അതൊക്കെ അവിടുത്തെ ഒരു 3-4 വർഷം കൊണ്ട് അവരെന്ത് ചെയ്യും, മേക്കപ്പ് ചെയ്തെടുക്കും. നമ്മളുടെ അടുത്തുള്ളൊരു ഐഡിയ നമ്മുടെ മുമ്പിലുള്ള ഓഡിയൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ അവരെന്ത് ചെയ്യും, കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്ത് വരും. അപ്പോൾ അതിനൊക്കെ അനുസരിച്ചാണ് ഇവരുടെ സെമിനാറുകൾ, പ്രൊജക്റ്റുകൾ, ലാബ് സെഷൻസ്, ഇതെല്ലാ കാര്യങ്ങളും കരിക്കുലത്തിലുള്ളത്. അപ്പോൾ ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്. സ്കൂളിലുള്ള ഒരു പരീക്ഷാ സിസ്റ്റം പോലെയല്ല. പിന്നെ എനിക്കതിൽ ചേർത്ത് വെക്കണമെന്ന് തോന്നിയ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, വളരെ വിശാലമായ തലത്തിൽ തന്നെ ഒരു ക്യാമ്പസിലേക്ക് അവർ വരുമ്പോൾ ഈ അറ്റൻഡൻസ്, ഇൻറ്റേർണൽ പരീക്ഷ, മാർക്ക്, CGPA, ഇത് നമ്മൾ ക്ലാസ്സിൽ പോയി വരുമ്പോൾ ഒരു ക്ലാസ് ടോപ്പറിന് ഏറ്റവും നല്ല രൂപത്തിലുണ്ടാകുന്ന സംഭവങ്ങളാണ്. ഇതുകൊണ്ട് മാത്രം എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു നല്ലൊരു ജോബ് അല്ലെങ്കിൽ ഒരു നല്ല പ്രൊഫഷണലായി മാറാൻ ഒരു പക്ഷേ കഴിയില്ല എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ കഴിഞ്ഞ സെഷൻ്റെ തുടക്കത്തിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിന് ഈ പറയുന്ന നമ്മുടെ ക്യാമ്പസിലുള്ള പരമാവധി ഫെസിലിറ്റികൾ യൂട്ടിലൈസ് ചെയ്യണം. അവിടെ ഇപ്പം അക്കാഡമിക് എക്സലൻസ് കിട്ടാൻ, അതെ, ഇപ്പം IEEE പോലെയുള്ള, ISTE പോലെയുള്ള, IETE പോലെയുള്ള, SAE പോലെയുള്ള ഇങ്ങനെ ഒരുപാട് പ്രൊഫഷണൽ ബോഡികളുണ്ട് ക്യാമ്പസുകളിൽ. ഞാൻ ഏതായാലും 1-2 പറഞ്ഞിരുന്നുള്ളൂ, ഒരുപാടെണ്ണം ഉണ്ട് അങ്ങനത്തെ. നമ്മുടെ കോളേജിലൊക്കെ തന്നെ അത് നമ്മുടെ ഈ ഫസ്റ്റ് ഇയർ ഇൻഡക്ഷൻ പ്രോഗ്രാമിൽ ഒരു 80+ എങ്ങാണ്ട് കുട്ടികളെ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതിൽ ടെക്നിക്കലുണ്ട്, പിന്നെ എൻ്റർടൈൻമെൻറ്റ് ക്ലബ്ബുകളുണ്ട്, പിന്നെ അതെല്ലാം അതിൻ്റെയൊക്കെ ഒരു ഭാഗമാണല്ലോ. അങ്ങനെ പല രൂപത്തിലുള്ള സോഷ്യൽ സർവീസ്, NSS പോലുള്ള സംഭവങ്ങളുണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പം ഇത്തരം ആക്ടിവിറ്റീസിൻ്റെ ഒക്കെ ഭാഗമായി ഇവർ പിന്നെ കോമ്പറ്റീഷൻസിന് പങ്കെടുക്കുക, ഹാക്കത്തോണുകൾ, അതുപോലെയുള്ള കോമ്പറ്റീഷൻസ്, വർക്ക്ഷോപ്പുകൾ, സെമിനാറുകൾ, പ്രസൻറ്റ് ചെയ്യുക, വർക്ക് ചെയ്യുക. അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ള എക്സ്പോ, എക്സിബിഷൻസ്, ഈ ബോഡികൾ ഇപ്പോൾ 80+ ബോഡികൾ പറഞ്ഞല്ലോ. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഇൻട്രോ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഈ പിന്നെ ഒരു എപ്പിസോഡ് കേൾക്കാതെ ക്യാമ്പസിൽ പോകുന്ന ആൾക്ക് അത് വെറും ഒരു സൗണ്ടാണ്, റൈറ്റ്? ഒന്നും ആൾക്ക് അറിയുന്നില്ലല്ലോ. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് കേൾക്കുന്ന ആൾക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഓക്കെ നമ്മൾ അങ്ങനെ ഒരു സംഗതി ഉണ്ടായിരുന്നു എന്നുള്ളതും അതിൽ നമുക്ക് ആപ്റ്റായിട്ടുള്ള ഓരോരുത്തർക്കും ഓരോന്നിലായിരിക്കും ഓരോ ബ്രാഞ്ചിനും അതെ സൂട്ടുള്ള അത് നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. മാത്രമല്ല അതിൽ പിന്നെ വേറൊരു കാര്യം കൂടെ അതിൽ ചേർത്ത് വെക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ KTUവിലാണെങ്കിലും ഇവിടുത്തെ ഓട്ടോണമസ് സ്ഥാപനങ്ങളാണെങ്കിലും KTUവിൻ്റെ കുറച്ച് റൂൾസ് നമുക്ക് ബാധകമാണ്. ഡിഗ്രി അവാർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ KTUവിൽ ഡിഗ്രി എടുക്കുന്ന ആർക്കും എന്ത് വേണം, ഓട്ടോണമസ് സ്ഥാപനങ്ങൾക്കെല്ലാം ഡിഗ്രി കൊടുക്കുന്നത് KTU തന്നെയാണ്, പാരന്റ് യൂണിവേഴ്സിറ്റി KTU തന്നെയാണ്. അപ്പോൾ ഈ KTUവിൽ നിന്ന് ഇവർക്ക് ഡിഗ്രി അവാർഡ് ചെയ്യണമെങ്കിൽ ഇവരെല്ലാ പേപ്പർ പഠിച്ചു കഴിഞ്ഞാലും ഒരു 100 ആക്ടിവിറ്റി പോയിന്റ്സ് ഇവർക്ക് ഉണ്ടായിരിക്കണം. 100 ആക്ടിവിറ്റി പോയിന്റ്സ്. അപ്പോൾ ഈ ആക്ടിവിറ്റി പോയിന്റ്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന ആക്ടിവിറ്റീസിലൂടെ കിട്ടുന്നതാണ്. അപ്പോൾ അത് നമ്മൾ ക്ലാസ്സിൽ പോയി ഹോസ്റ്റലിൽ വന്നു തിരിച്ചു വന്നു, പഠനം നല്ല രൂപത്തിൽ പഠിച്ചു, നല്ല 10 പോയിന്റ് 9 പോയിന്റ് CGPA ഒക്കെ വാങ്ങി അവിടെ കൊണ്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യില്ല, നേടിയെടുക്കാൻ പറ്റില്ല. ഈ പോയിന്റിന് അപ്പുറത്ത് ഈ പറയുന്ന ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവില്ല, ഒരു പേഴ്സണൽ ഡെവലപ്മെന്റ് ഉണ്ടാവില്ല. അപ്പോൾ അതിൽ ഇത്തരം ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിട്ട് ഇടപെട്ട് വർക്ക്ഷോപ്പുകളും സെമിനാറുകളും ഇത് ഓർഗനൈസ് ചെയ്യുക, ലീഡർഷിപ്പ് സ്കില്ലുകൾ, ടൈം മാനേജ്മെൻറ്റ്, പ്രൊജക്ട് മാനേജ്മെൻറ്റ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. പിന്നെ പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ്,
കുറച്ചുകൂടെ നമ്മുടെ കരിക്കുലത്തിൽ ഇപ്പോൾ അങ്ങനെയാണുള്ളത്. ഉം. അപ്പം ഇപ്പം നമ്മുടെ കരിക്കുലത്തിലൊക്കെ എല്ലാ സെമസ്റ്ററിലും ഒരു പ്രൊജക്ട് ബേസ്ഡ് കോഴ്സസ് ഉണ്ട്. ഓക്കെ. പിന്നെ ഫസ്റ്റ് സെമസ്റ്ററിൽ തുടങ്ങി 6th സെമ്മിൽ അവസാനിപ്പിക്കേണ്ട പ്രൊജക്റ്റ്, സിക്സ്ത്തിൽ തുടങ്ങി 7th എൻഡ് ചെയ്യേണ്ടത്, പിന്നെ നമ്മുടെ ഫൈനൽ ഇയർ 7 to 8 പ്രൊജക്റ്റ്, അങ്ങനെ ഒരുപാട് പ്രൊജക്റ്റുകളുണ്ട്. ഓക്കെ. അപ്പോൾ ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള പ്രൊജക്റ്റ് ബേസ്ഡ് ലേണിംഗ്, ഉം. ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കുറച്ചുകൂടെ നേടാൻ കുട്ടികൾ എന്ത് ചെയ്യണം, ശ്രമിക്കണം. ഉം. അപ്പോൾ അവിടെ ഇപ്പോൾ ഈ റോബോട്ടിക് ക്ലബ്ബുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ പല ടൈപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഉം. അപ്പം ഈ കോഴ്സിൻ്റെ ഭാഗമല്ലാത്ത ഇത്തരം കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ടൊക്കെ ഉള്ള കുറേ പ്രൊജക്റ്റുകൾ, ഉം. ഇൻ്റർ കോളേജ് കോമ്പറ്റീഷൻസ്, ഇതിലൊക്കെ പങ്കെടുക്കുമ്പം ഈ കോളേജ് ക്യാമ്പസുകൾ ഇപ്പം പൊതുവെ നമുക്കറിയാം രാത്രി ഫങ്ഷനിങ് ആണ്. ദാറ്റ് മീൻസ് ഇപ്പം 10 മണി വരെ അതെ, അല്ല? കർഫ്യൂ റിലാക്സേഷനൊക്കെ ഇവർ ഉം. ഘോരഘോരം ബാധിച്ചുകൊണ്ട് കോടതിയിൽ നിന്നൊക്കെ നേടിയെടുക്കുന്നത് 10 മണി വരെ, 9:30-10 മണി വരെ ഉണ്ട്. അപ്പം പല കാര്യങ്ങൾ അതിൻ്റെ മറവിൽ വേറെ പലതും നടക്കുന്നുണ്ട്, വേറെ വിഷയങ്ങളുണ്ട്, അത് വേറെ ചർച്ച ചെയ്യേണ്ട മേഖലയാണ്. പക്ഷേ ക്യാമ്പസിൻ്റെ വിശാലമായ ലൈബ്രറിയും ഈ ലാബുകളും റിസർച്ച് ഫെസിലിറ്റീസും ഇതെല്ലാം ഉപയോഗപ്പെടുത്തി ഇവരൊരു ഓവറോൾ ഡെവലപ്മെൻറ്റിന് യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ ആ ടൈം നല്ലതാണ്. അതെ, അതെ. അതല്ലെങ്കിൽ അതിനൊരുപാട് പ്രശ്നങ്ങളുണ്ട്. ഉണ്ട്. അപ്പോൾ നമ്മുടെ കോളേജിലൊക്കെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ അടുത്ത് നമ്മളൊരു റോബോട്ടിൻ്റെ പ്രൊജക്റ്റ് ചെയ്ത സമയത്ത് കുട്ടികൾക്ക് സ്പിരിറ്റ് അങ്ങ് കയറി കഴിഞ്ഞാൽ രാത്രി 3 മണിക്കൊക്കെ ആ റോബോട്ടിൻ്റെ വർക്ക് ചെയ്യുന്ന കുട്ടികൾ നമ്മൾ കണ്ടിരുന്നു. അതെ, ആ, ആ. എൻ്റെ മെൻറ്ററിങ് ഞാനതിലുണ്ടായിരുന്നു. ഓക്കെ. നമുക്കത് കാണാൻ പറ്റി. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെ ഒരു ചാർജ് ആയി കഴിഞ്ഞാൽ പിന്നെ അവരങ്ങോട്ട് എന്ത് ചെയ്യും, ഉം. നല്ലോണം ചെയ്യും, ഫുള്ളി ഫുള്ളി ഡെഡിക്കേറ്റഡ് ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യും. അപ്പോൾ അത് കിട്ടണം. എന്തിനാണെന്നുള്ള അവർക്കൊരു സംഭവം കിട്ടാണ്ട് അവരാരും എന്ത് ചെയ്യില്ല, അതിലോട്ട് ഇറങ്ങി. ഇറങ്ങില്ല. അപ്പോൾ അങ്ങനെയുള്ള ഈ പറയുന്ന കാര്യങ്ങൾ. പിന്നെ ഇപ്പോൾ ഇവർ ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കണം. സിംപ്ലി പറയുകയാണെങ്കിൽ നമ്മൾ ഒരു കുട്ടിക്ക് ഇപ്പോൾ ഈ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ എടുത്ത കുട്ടിയോട് എനിക്കുള്ളൊരു സജഷൻ എന്ന് പറയുന്നത്, ഇപ്പം ഫസ്റ്റ് സെമസ്റ്റർ കഴിയുമ്പോൾ തന്നെ അവനൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യണം. ഓക്കെ. അപ്പോൾ അവൻ എന്തൊക്കെ സോഫ്റ്റ്വെയർ ടൂൾസ്, ഫസ്റ്റ് ഇയർ തന്നെ എന്തെല്ലാം സോഫ്റ്റ്വെയർ ടൂൾസ് അവർ പഠിച്ചു, അല്ലെങ്കിൽ അതിൽ പ്രൊഫഷൻ്റായി ഫെമിലിയറായി, ആ രൂപത്തിൽ അതെ. ഹാർഡ്വെയർ മേ ബി ചിലത് ബേസിക്സ് അത്ര നോളജ് ആയിരിക്കും. കിട്ടിയിട്ടുള്ളൂ. അത്രേ. എന്താണോ അത്. അതെ. അതുപോലെ അപ്പം സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ, പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്, Yes. അതുപോലെ തന്നെ പിന്നെ അവരുടെ അക്കാഡമിക് റെക്കോർഡ്സ് കാര്യങ്ങൾ അതിൽ പറയാം, അച്ചീവ്മെൻറ്റ്സ്, Yes. അവർ അറ്റൻഡ് ചെയ്ത വർക്ക്ഷോപ്പുകൾ, സെമിനാറുകൾ, നേരത്തെ പറഞ്ഞ ഈ അതെ, ക്ലബ്ബുകൾ. ആക്ടിവിറ്റീസ്, ലീഡർഷിപ്പ് ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ അതിലുള്ള വളണ്ടിയർ ആക്ടിവിറ്റീസ്, ഇതെല്ലാം നമ്മളുടെ പോർട്ട്ഫോളിയോയിൽ ഇങ്ങനെ ബിൽഡ് ചെയ്ത് വരുമ്പോഴേ എവിടെയാണ് നമുക്ക് കൂടുതൽ കുറവുള്ളതെന്നൊക്കെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് നോക്കി ഒരു 3 yearsനുള്ളിൽ നമ്മളത് മേക്കപ്പ് ചെയ്യാൻ ശ്രമിക്കണം. ഇത് സ്കൂളിൽ നമ്മൾ ചെയ്യുന്ന പോലെ അല്ല, ഇതിന് നമ്മൾ തന്നെ ഒരു സെൽഫ് എഫേർട്ട് എടുക്കണം. എന്നിട്ട് ഇപ്പം ജസ്റ്റ് ഞാൻ ഇടപെടാം. അതെ, അതിൽ ഈ പോർട്ട്ഫോളിയോ പറഞ്ഞല്ലോ. അതെ, ശരിക്കും ആക്ച്വലി ഈ പോർട്ട്ഫോളിയോയെ കുറിച്ചൊക്കെ ആലോചിക്കുക 3rd year ആകുമ്പോഴാണ്. അതെ, അതെ, അപ്പോഴേക്ക് എന്താ വെച്ചാൽ ഈ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയർ ഒക്കെ മറന്നു പോയിട്ടുണ്ടാവും. ടൈം കഴിഞ്ഞു പോയി. ടൈം കഴിഞ്ഞ് പോയി. മാത്രമല്ല ഈ ഞാൻ എന്തൊക്കെ ആയി, എന്തൊക്കെ ചെയ്തു എന്നുള്ളത് അവന് പോലും എന്ത് ചെയ്യണ്ടല്ലോ, ഓർമ്മ ഉണ്ടാവില്ല. എന്തെങ്കിലും ഡോക്യുമെന്റ്സ് ഉള്ളത് മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ആഡ് ചെയ്ത് പോവാം. കറക്റ്റ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ അറിയാം, ഇപ്പോൾ ഒരു പബ്ലിക്കേഷൻ എന്നുള്ളൊരു കോളത്തിൽ അവർക്കൊന്നുമില്ല. യെസ്. ഈ പബ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇവർ ചെയ്യുന്നൊരു പ്രൊജക്റ്റ്, അതിലൊരു നോവൽറ്റി വർക്ക് ഉണ്ടാവണം, അവർ സയൻറ്റിഫിക് വേൾഡിന് അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവുകയാണ്. അറ്റ്ലീസ്റ്റ് ഒരു കോൺഫറൻസ് പബ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു ജേണൽ പബ്ലിക്കേഷനൊക്കെ ഇങ്ങനെ ഫസ്റ്റ് ഇയറിൽ തുടങ്ങിയാലേ ഉണ്ടാവുള്ളൂ. യെസ്. അപ്പോൾ അതൊക്കെ വളരെ ഇമ്പാക്റ്റ് ഉള്ള ഒരു ഗൂഗിൾ സ്കോളറിൽ അവർക്ക് ഇത്ര പബ്ലിക്കേഷൻസ്. അപ്പോൾ ഒരു ഗ്രാജുവേറ്റ് ലെവലിൽ തന്നെ റിസർച്ച് ലെവലിലേക്ക് പോകുന്ന ഒരു കാലഘട്ടമാണിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് പബ്ലിക്കേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഫസ്റ്റ് ഇയറിൽ നമ്മുടെ കുട്ടികൾ പലരും ഇപ്പോൾ പേറ്റൻറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഫയൽ ചെയ്തിട്ടുണ്ട്. അത് കിട്ടുമോ, അതിൻ്റെ ബാക്കി കാര്യങ്ങൾ പ്രൊസീജിയർ വേറെ. എന്നാലും അത് ഫയൽ ചെയ്തു എന്ന് പറയുന്നത് ആ ഒരു രൂപത്തിലേക്ക് അവർ വന്നതുകൊണ്ടാണ്. അപ്പോൾ പേറ്റൻറ്റ്, പബ്ലിക്കേഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ അതുപോലെ തന്നെ ഈ അവർ കോൺഫറൻസിൽ പോയി പ്രസൻറ്റ് ചെയ്യുകയാണല്ലോ. കോൺഫറൻസ് അറ്റൻഡ് ചെയ്യുന്നതിന് സർട്ടിഫിക്കറ്റ് ഉണ്ട്, ആക്ടിവിറ്റി പോയിൻ്റ് ഉണ്ട്, പ്രസൻറ്റ് ചെയ്യുന്നതിനുണ്ട്, എല്ലാത്തിനും ഉണ്ട്, പബ്ലിഷ് ചെയ്യുന്നതിനുണ്ട്. പിന്നെ അതുപോലെ ഈ കോളേജുകളിലൊക്കെ അവർക്ക് സ്റ്റാർട്ടപ്പ്, നമ്മുടെ കേരള സ്റ്റാർട്ടപ്പ് മിഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള IEDC ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ടാവും. അപ്പോൾ അവർക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഓണ്ടർപ്രണർഷിപ്പ്, അതെ, അവർക്ക് കോളേജിലെ ഇൻക്യുബേഷൻ സ്പേസിൽ അവർക്കൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങാം. അത് ഫൈനൽ ഇയർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. അത് എല്ലാ കോളേജിലും അവൈലബിൾ അല്ലേ? മിക്കവാറും ഒട്ടുമിക്ക അത്യാവശ്യം നല്ല കോളേജുകളിലെല്ലാം അതിനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഇപ്പോൾ നമ്മുടെ കോളേജിൽ വളരെ വിശാലമായ ഒരു 5,000 to 7,000 സ്ക്വയർ ഫീറ്റ് ഏരിയ, നമ്മുടെ ഒരു അലുമിനി ബാച്ച്, ഇപ്പോഴത്തെ മോഡേൺ ഹൈടെക് ഫെസിലിറ്റിയിലുള്ള ഒരു നമ്മുടെ ഒരു IT പാർക്ക് പോലെ തന്നെ നല്ലൊരു വർക്ക് സ്പേസ്, ഇത്തരം കാര്യങ്ങൾ ഉണ്ട്, ഫെസിലിറ്റീസ്. അപ്പോൾ അവർക്കൊരു കമ്പനി അവിടെ രജിസ്റ്റർ ചെയ്യാം, ഒരു ഓൺട്രപ്രണറായി മാറാം. ഇതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ സ്കൂളിൽ പഠിച്ചിരുന്ന പോലെ ഒരു പഠനവും പുസ്തക ജീവി എന്നുള്ളതിൻ്റെ അപ്പുറത്ത് കുറച്ച് കാര്യങ്ങളിലേക്ക് അവർ വൈഡായിട്ട് വരണം എന്നുള്ളതാണ്. പിന്നെ ഈ ക്ലബ്ബ് പറഞ്ഞു, നമ്മൾ ഈ പറയുന്ന ആക്ടിവിറ്റി പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ് പറഞ്ഞു. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് നെറ്റ്വർക്കിംഗ് എന്നുള്ളത്. നെറ്റ്വർക്കിംഗ് എന്ന് പറയുമ്പം ഈ പിയേഴ്സ് അല്ലെങ്കിൽ ഹയർ ലെവൽസുള്ള ആളുകൾ, ഇപ്പോൾ നമ്മളൊരു NIT-യിൽ, ഒരു IIT-യിൽ, ഇപ്പം ഈവൻ KT-യിൽ ഒരു കുട്ടിക്ക് IIT-യിൽ ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാൻ പോയി 15 പോയിൻ്റ് കിട്ടും.
ഓക്കെ IIT ഓർ NIT. KTU അഫിലിയേറ്റഡ് സ്ഥാപനങ്ങൾ നടത്തുന്നതാണെങ്കിൽ 6 points ആണ്. അതിൻ്റെ റൂൾസ് ഉണ്ട്, കുറച്ച് റൂൾസ്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയാൻ സമയമില്ല. അപ്പോൾ അവിടെ പോകുന്ന സമയത്ത് അവിടെ കുറേ ആളുകളായിട്ട് കണക്ഷൻസ് ഉണ്ടാവും. അത് ആ ലിങ്കുകൾ കിട്ടും. നെറ്റ്വർക്കിംഗ് എന്ന് പറയുമ്പോൾ ആക്ച്വലി കുട്ടികൾക്ക് അറിയുന്നത് ഇന്റർനെറ്റ് നെറ്റ്വർക്കിംഗ് ഉണ്ടല്ലോ, അതാണ് എന്ത് ചെയ്യുന്നത് മനസ്സിൽ വരുന്നത്. ശരിക്കും ആക്ച്വലി ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂലാണെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഒരു ബിസിനസ് മാൻ നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞാൽ അറിയാം. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു നെറ്റ്വർക്കിംഗ് നമ്മൾ കണക്ഷൻസ് ഉണ്ടാക്കും. ഉദ്ദേശിച്ചത്. അപ്പോൾ അത് ഒരു വിശാലമായ നെറ്റ്വർക്കിംഗ്. കേരളത്തിലെ അവരോടൊപ്പം പഠിക്കുന്ന മറ്റു കോളേജുകൾ, അതിനേക്കാളും മികച്ച കോളേജുകൾ, നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥാപനങ്ങൾ, അവിടുത്തെ ഡിഫറെന്റ് സ്ട്രീമിലുള്ളവരുടെ. അതെ, അതിന് ലിങ്ക്ഡിൻ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് അവർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത്. ഫസ്റ്റ് ഇയർ മുതൽ തന്നെ ചെയ്യണം. അവർ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എല്ലാവർക്കും ഉണ്ടാവും, ഇല്ലാത്തവരാരുണ്ടാവില്ല. അവർ നാളെ മറ്റന്നാൾ ചെയ്യേണ്ട ഏറ്റവും ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് എടുക്കേണ്ടത് ലിങ്ക്ഡിൻ അക്കൗണ്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് അപ്ഡേറ്റ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞവർ ഇവരിങ്ങനെ പ്രൊജക്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ഇന്ന പബ്ലിക്കേഷൻ ചെയ്തു, ഇന്ന കോൺഫറൻസ് അറ്റൻഡ് ചെയ്തു, ഇതെല്ലാം ഇവരുടെ ആക്ടിവിറ്റീസ് എല്ലാം എന്ത് ചെയ്യണം, ലിങ്ക്ഡിനിൽ അപ്ഡേറ്റ് ചെയ്ത് പോകണം. അപ്പോൾ അവിടെ നിന്ന് അവർക്ക് ഒരുപാട് കണക്ഷൻസ് ബിൽഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും, പ്രൊജക്റ്റ് കൊളാബറേഷൻസ് കിട്ടും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് വളരെ വിശാലമായിട്ട് എടുക്കേണ്ട ഒരു മേഖലയാണ്. പിന്നീട് ഒരു കാര്യം കൂടെ അതിലുള്ളതെന്ന് വെച്ചാൽ ഇൻറ്റേൺഷിപ്സ് ആണ്. ഈ ആക്ച്വലി അക്കാഡമിയിൽ എന്ത് നടക്കുന്നു, ഇൻഡസ്ട്രിയിൽ എന്ത് നടക്കുന്നു എന്നുള്ള സംഭവമുണ്ട്. ഇത് തമ്മിലുള്ള ഒരു ബ്രിഡ്ജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻറ്റേൺഷിപ്പ് വളരെ പ്രധാനം. അപ്പോൾ അവർ ആദ്യത്തെ വർഷമൊക്കെ ഒരു ബേസിക് ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഒരു കമ്പനിയുടെ ഒരു വർക്കിംഗ് ഒരു കൾച്ചർ സിസ്റ്റം ഒക്കെ മനസ്സിലാക്കാനുള്ള ഒരു ഇൻറ്റേൺഷിപ്പിനൊക്കെ അവർക്ക് പോകാം. ഓക്കെ, മാക്സിമം ഒരു 5 days ഉണ്ടെങ്കിൽ നമുക്ക് ആക്ടിവിറ്റി പോയിന്റ് കൗണ്ട് ചെയ്യാൻ പറ്റും. 5 days മിനിമം ഒരു ഇൻറ്റേൺഷിപ്പ് ഉണ്ടെങ്കിൽ. ആക്ടിവിറ്റി പോയിന്റ് എന്നുള്ള പെർസ്പെക്റ്റീവിൽ മാത്രം ആവണമെന്നില്ല കാര്യങ്ങൾ. അതിനപ്പുറത്തേക്കും 100 point കിട്ടാൻ വലിയ പാടുള്ള കാര്യമൊന്നുമല്ല. ഒന്നിനും പോകാത്ത ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ വിഷയം ഉണ്ടാവില്ല. അപ്പോൾ പിന്നീട് അവർക്ക് കുറച്ചുകൂടെ ഒരു ലെങ്തി ആയിട്ടുള്ള ലോങ് ഡ്യൂറേഷനുള്ള ഇൻറ്റേൺഷിപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവരുടെ ഏരിയയിലുള്ളത് തന്നെ ചെയ്യുമ്പോൾ അത് അവരുടെ എംപ്ലോയബിലിറ്റി എന്ത് ചെയ്യും, അവർക്ക് കുറച്ചുകൂടെ നന്നാക്കും. അവർക്ക് കുറച്ചുകൂടെ ജോബ് കിട്ടാനും കാര്യങ്ങളും കുറച്ചുകൂടെ എക്സ്പോഷർ ഉണ്ടാവാനും കുറച്ചുകൂടെ അവർക്കൊരു ഇൻസൈറ്റ് ഉണ്ടാവും. മാർക്കറ്റിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് കറക്റ്റ് അറിയാം. അതെ, അപ്പോൾ അത് പലപ്പോഴും ഇൻറ്റേൺഷിപ്പുകൾ പ്ലേസ്മെൻറ്റിന് എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും, നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ അതും അവരുടെ ഈ പോർട്ട്ഫോളിയോയിലും ഈ ലിങ്ക്ഡിനിലൊക്കെ അവരെന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നീട് ഒരു കാര്യമുള്ളത് നമുക്ക് വെച്ചാൽ വർക്ക്ഷോപ്സ് ആൻഡ് സർട്ടിഫിക്കേഷൻസ് എന്നാണ്. ഞാൻ പറഞ്ഞു നേരത്തെ സെമിനാർ കാര്യങ്ങളൊക്കെ പോകാമെന്ന്. അതുപോലെ ഇപ്പോൾ ഈ 1 day വർക്ക്ഷോപ്പ്, 3 day വർക്ക്ഷോപ്സ് ഒക്കെ അങ്ങനെ പല വർക്ക്ഷോപ്പുകളുണ്ടാവും. അതിനൊക്കെ ഇവർക്ക് സർട്ടിഫിക്കറ്റ്സ് കിട്ടും. ഇനി അതിനപ്പുറത്ത് MOOC കോഴ്സുകളുണ്ട്, മാസീവ് ഓപ്പൺ ആക്സസ് ഓൺലൈൻ കോഴ്സസ് ഉണ്ട്. ഇപ്പോൾ NPTEL, സ്വയം പോർട്ടൽ, IIT-കളുടെ കോഴ്സുകൾ അവർക്ക് എന്ത് ചെയ്യാം. ആ ഒരൊറ്റ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ 50 point കിട്ടും. ഇപ്പം നമ്മളിപ്പോഴും പഠിക്കുന്നുണ്ട്. ഇപ്പം നമുക്കും പക്ഷെ നമ്മളും ഒരു ലൈഫ് ലോങ് ലേണിങ്ങിൻ്റെ ഭാഗമായിട്ട് നല്ല പിടിച്ചിരിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം. അപ്പം അതിന് ഒരു 8 week 12 week ഒക്കെ കോഴ്സ് ഉണ്ടെങ്കിൽ ആ കോഴ്സ് NPTEL സ്വയം പ്ലാറ്റ്ഫോമിൽ അവർ രജിസ്റ്റർ ചെയ്യുന്നു. അതിന് അസൈൻമെൻറ്റുകൾ ഉണ്ടാവും, അതിന് പരീക്ഷ എഴുതുന്നു. ഒരു 1000 സംതിങ് അടച്ചു കഴിഞ്ഞാൽ പരീക്ഷ എഴുതി IIT-യുടെ സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പം കംപ്ലീറ്റ്ലി ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഈ ഓൺലൈൻ കോഴ്സുകൾ അവർക്ക് എത്ര വേണമെങ്കിലും ചെയ്യാം. ഒരു വർഷത്തിൽ ഒരു കോഴ്സ് ചെയ്താൽ തന്നെ 50 point ആയി. ഒരു കുട്ടി വേറെ ആക്ടിവിറ്റി ഒന്നും ചെയ്തില്ലെങ്കിൽ 2 ഓൺലൈൻ കോഴ്സ് ചെയ്താൽ തന്നെ മാൻഡേറ്ററി റിക്വയർമെൻറ്റ് കഴിഞ്ഞു. ഞാൻ പറയും എല്ലാ രൂപത്തിലും എടുക്കണമെന്ന് ഞാൻ പറഞ്ഞത്. പക്ഷേ ഓൺലൈൻ കോഴ്സ് ചെയ്യുക പറയുന്നത് ഇപ്പോൾ നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ആ കമ്പനിയുടെ ഡൊമൈനിലുള്ള എന്തെങ്കിലും സംതിങ് എക്സ്ട്രാ ഒരാൾക്കുണ്ട്, ഒരാൾക്കില്ലെങ്കിൽ ഇവൾക്ക് ഇല്ലാത്ത ആള് തള്ളപ്പെടും. അതാണ് വരിക. അപ്പോൾ നമ്മൾ കൂടുതൽ എന്ത് ചെയ്യണം, ഞാനിപ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ നമ്മളിപ്പം ഓൺലൈൻ കോഴ്സ്, MOOC ഇതിനൊക്കെ സ്പേസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എവിടെയൊക്കെ ഫില്ല് ചെയ്യണം. പേറ്റൻറ്റ്, പബ്ലിക്കേഷൻ, വർക്ക്ഷോപ്സ്, സർട്ടിഫിക്കേഷൻസ്, ഇൻറ്റേൺഷിപ്സ്, ഇങ്ങനെ ഓരോന്നും നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്യാമ്പസ് 3 ഈ ആദ്യത്തിന് 3 വർഷം നല്ലപോലെ എഫേർട്ട് ഇട്ടാൽ അവസാനത്തെ വർഷം നല്ല രൂപത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ക്യാമ്പസ് ലൈഫ് എൻജോയ് ചെയ്യാനും സമാധാനത്തോടുകൂടെ സ്റ്റാർട്ടിങ് തന്നെ പ്ലേസ്മെൻറ്റ് കിട്ടി നല്ല രൂപത്തിൽ തിരിച്ചാണ് സംഭവിക്കാറുള്ളത്. ഇപ്പോഴേക്കും ഇങ്ങനെ പോകും. അവസാനം ഇതിനെല്ലാം കൂടെ ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു 6 to 7 month കൊണ്ട് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല. അതാണ് എൻ്റെ വിചാരം. കാരണം തീർച്ചയായിട്ടും ലാസ്റ്റിലോട്ട് എത്തുമ്പോൾ നല്ല ടൈറ്റ് ഷെഡ്യൂളിലോട്ടാണ് എത്തുന്നത്. എസ്പെഷ്യലി 3rd year കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് 3rd year കഴിയുമ്പോഴേക്കും നല്ല അവരൊരു ടൈറ്റ് ഷെഡ്യൂളായിട്ടാണ്. പിന്നെ കുറച്ച് പേർക്ക് പ്ലേസ്മെൻറ്റ് കിട്ടിയില്ല, അതിൻ്റെ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവും, ഗ്രൂപ്പുകളാകും, അങ്ങനെ പല ഇഷ്യൂസ് ഉണ്ട്. കിട്ടിയവരൊരു ഗ്രൂപ്പ്, കിട്ടാത്തവരൊരു ഗ്രൂപ്പ്, പല ഇഷ്യൂസ് ഉണ്ടാവും. അപ്പം ആദ്യത്തെ ഇനീഷ്യൽ ഫേസിൽ നമ്മൾ നല്ല വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ലാതെ നമുക്ക് ചെയ്യാം. ശരി, ഇതിൽ ഒരു ഹോണേഴ്സ് ഡിഗ്രിയും അതേപോലെ തന്നെ മൈനർ കോഴ്സസിൻ്റെയും കാര്യങ്ങളൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ
കുട്ടികൾക്കൊന്നുകൂടി ഉപകാരപ്പെടുന്നത് ഒന്ന് അത് ചെറിയ വാക്കുകളിൽ? അതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എന്തായാലും അഡ്മിഷൻ പ്രോസസ്സ് കഴിഞ്ഞല്ലോ. അതെ. ഇപ്പോൾ ചിലപ്പോൾ ചില കുട്ടികൾക്ക് ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ആഗ്രഹിച്ചിട്ട് കമ്പ്യൂട്ടർ സയൻസ് കിട്ടാത്ത ആളുകളുണ്ട്, അതെ. അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരമുള്ള ഒരു സ്ട്രീം ഞാൻ മെനക്കെട്ടു ഇൻ ദ സെൻസ് മേ ബി അത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടാവും, റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടാവും. അതെ. അതല്ലെങ്കിൽ ഞാൻ എൻ്റെ സ്വപ്നത്തിലുള്ള ഒരു കോഴ്സായിരിക്കും, അതെ. അത് കിട്ടിയില്ല. അതെ. അത് കിട്ടാതെ ഇപ്പോൾ മേ ബി വേറെ ഒരു സ്ട്രീമിൽ ഞാൻ ജോയിൻ ചെയ്തു, നിർബന്ധത്തിന് വഴങ്ങി ഞാൻ ജോയിൻ ചെയ്തു. ഒന്നെങ്കിൽ വീട്ടുകാർ പറഞ്ഞിട്ടാവാം, അതല്ലെങ്കിൽ എനി ഹൗ. അപ്പം ഇനി എനിക്ക് എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ എന്നുള്ളൊരു ഉത്തരമാണ് ഈ മൈനർ ഡിഗ്രി. അതായത് ഇപ്പം ഇവർക്ക് KTU ആണെങ്കിലും ഓട്ടോണമസ് സ്ഥാപനങ്ങളിലൊക്കെ കൊടുക്കുന്ന ഒരു പ്രൊവിഷനാണ് മൈനർ ഡിഗ്രി എന്നുള്ളത്. ഇപ്പം ഈ ഇലക്ട്രോണിക്സ് പഠിച്ചൊരു കുട്ടിക്കാണെങ്കിൽ ഈസി കിട്ടിയൊരു കുട്ടിയാണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, അയാൾക്ക് കമ്പ്യൂട്ടർ സയൻസിനോട് അതിയായ താല്പര്യം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇനി വേറെ ഏതെങ്കിലും ഇലക്ട്രിക്കൽ ടെക്നോളജി, ഇലക്ട്രിക്കൽ വെഹിക്കിൾ ടെക്നോളജി, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കെമിക്കൽ, എന്തോ ആവാം, ഏത് ബ്രാഞ്ച്, അത്രയേ ഉള്ളൂ. അപ്പോൾ അയാൾക്ക് ആ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫർ ചെയ്യുന്ന ഒരു മൈനർ ബാസ്ക്കറ്റ് ഉണ്ടാവും, 3 ബാസ്ക്കറ്റ്സ് ഉണ്ടാവും. അതിൽ അവർക്ക് ഇഷ്ടമുള്ള, ഇപ്പം കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ മെഷീൻ ലേണിങ്ങിൻ്റെ ഒരു ബാസ്ക്കറ്റ് ഉണ്ടാവാം, സൈബർ സെക്യൂരിറ്റി ഉണ്ടാവാം, അതല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഉണ്ടാവാം. ഇപ്പോൾ ഇലക്ട്രോണിക്സിലാണെങ്കിൽ സിഗ്നൽ പ്രോസസ്സിംഗ് ഉണ്ടാവും, സർക്യൂട്ട്സ് ആൻഡ് നമ്മുടെ VLSI ഏരിയ ഉണ്ടാകും, കമ്മ്യൂണിക്കേഷൻ ഏരിയ ഉണ്ടാവും. അപ്പോൾ ഏതിലാണോ ഒരു ബാസ്ക്കറ്റ് ചൂസ് ചെയ്ത്, ഇപ്പം S3 ഓൺവേർഡ്സ്, S1 S2 നല്ലൊരു CGPA ഉണ്ടാവണം. ഒരു ബേസിക് മസ്റ്റാണ്. ഒരു കണ്ടീഷൻ ഉണ്ട്, കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല, ഒരു 8.5 എബോ ആണെന്ന് തോന്നുന്നു. ഒരു 8.5 എബോ കണ്ടീഷൻ ഉണ്ടെങ്കിൽ, അത് കറക്റ്റ് എക്സാക്ട്ലി എനിക്ക് ഓർമ്മയില്ല, ചെക്ക് ചെയ്യണം. എന്തായിരുന്നാലും ഒരു ബേസിക് റിക്വയർമെൻ്റ് ഉണ്ട്. അതിന് എബോ CGPA ഉള്ളൊരു കുട്ടിക്കാണെങ്കിൽ വൈകുന്നേരങ്ങളിൽ നമ്മുടെ 4:15 ക്ലാസ് കഴിഞ്ഞതിന് ശേഷമുള്ള 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ഒക്കെ ഉണ്ടാവും. ആ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് എന്ത് ചെയ്യുന്നു, ഒരു സബ്ജക്റ്റ് ഒരു സെമസ്റ്ററിൽ പഠിച്ചെടുക്കുന്നു. അങ്ങനെ S3ലും S4ലും S5ലൊക്കെ എടുക്കാം. അതിൽ ചില സെമസ്റ്ററിൽ വേണമെങ്കിൽ അതിന് പകരം മൂക്ക് കോഴ്സ് ചെയ്യുകയും ചെയ്യാം. അത് യൂണിവേഴ്സിറ്റി അപ്രൂവ് ചെയ്തിട്ടുള്ള മൂക്ക് കോഴ്സസ് ഉണ്ട്, അത് ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ S3 മുതൽ S7 വരെ ഈ കോഴ്സ് പഠിച്ചെടുക്കുക. S8ൽ അതിൻ്റെ ഒരു പ്രൊജക്റ്റ് ഉണ്ടാവും, ഒരു മിനി പ്രൊജക്റ്റ്. അതുകൂടെ ചെയ്യുന്നതോടുകൂടെ ഒരു 20 ക്രെഡിറ്റ് എക്സ്ട്രാ അവർക്ക് കിട്ടും. ഓക്കെ. അപ്പോൾ നോർമൽ BTech ഡിഗ്രിക്ക് പുറമെ 20 ക്രെഡിറ്റ് കൂടെ കിട്ടുമ്പോൾ ഇവരുടെ സർട്ടിഫിക്കറ്റിൽ BTech ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിത്ത് മൈനർ ഇൻ മെഷീൻ ലേണിംഗ്, മൈനർ ഇൻ സൈബർ സെക്യൂരിറ്റി, അല്ലെങ്കിൽ മൈനർ ഇൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, ഒരു തിരിച്ച് എന്തുമാവാം. അപ്പോൾ അത് ഒരു നല്ല ഓപ്ഷനാണ്, 2 ഓപ്ഷനും കിട്ടാൻ പറ്റും. ഹോണേഴ്സ് എന്ന് പറയുന്നത് അങ്ങനെയല്ല, നമ്മൾ എടുത്തിട്ടുള്ളൊരു ബ്രാഞ്ച്, ആ ബ്രാഞ്ചിൽ തന്നെ കുറച്ചുകൂടെ ഏതെങ്കിലും ഒരു ഏരിയയിൽ സ്പെഷ്യലൈസ് ചെയ്യണം. ഇപ്പോൾ ഇലക്ട്രോണിക്സിലാണെങ്കിൽ VLSIയിൽ സ്പെഷ്യലൈസ് ചെയ്യണം, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനിൽ ചെയ്യണം, സിഗ്നൽ പ്രോസസ്സിങ്ങിൽ ചെയ്യണം. അതുപോലെ ഓരോ ബ്രാഞ്ചസിലും അതുപോലെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് അതാത് ബാസ്ക്കറ്റിൽ എടുത്തിട്ട് ഹോണേഴ്സ് എടുക്കാം. അത് തുടങ്ങിയ S4ൽ നിന്നാണ്. 4th സെമസ്റ്റർ മുതൽ അതിന് ഈ മൈനറിന് ഹോണേഴ്സിൽ പ്രശ്നം എന്താ വെച്ചാൽ സപ്ലൈ അടിച്ച് അവിടെ തീർന്നു, പിന്നെ അതില്ല, അതിന് വേറെ ചാൻസസ് ഇല്ല. അത് ആ ഒരു അക്കാഡമിക് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് പോകുന്ന ആൾക്കാർക്കും പറ്റുക. അപ്പോൾ കഴിയാത്തവർ എടുത്തിട്ട് എന്ത് ചെയ്യരുത്, അവസാനം വെറുതെ കൊളാവരുത്. എടുക്കുന്നവർ അത് അവസാനം വരെ കൊണ്ടുപോയി നല്ല രൂപത്തിൽ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യാൻ വേണം. നമുക്ക് ക്യാമ്പസിലോട്ട് കയറുമ്പോൾ ഇതുവരെ നമ്മൾ സംസാരിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അക്കാഡമിക് രംഗത്തും അതിൻ്റെ ഒരു എക്സലൻസി എങ്ങനെ നേടാമെന്നുള്ള അതിൻ്റെ വിവിധ തലങ്ങൾ വളരെ ഡീപ്പായിട്ട് തന്നെ നമുക്ക് കിട്ടിയൊരു സമയം വെച്ചിട്ട് സാറ് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ വേറൊരു തലമാണ് ഇപ്പോൾ ഇതെല്ലാം കുളമാവുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ പിന്നെ വെള്ളത്തിലാവുന്ന പോലെ ആകുന്നൊരു കേസാണ് നമ്മളെ ക്യാമ്പസ് ലൈഫിൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് എൻജോയ് ചെയ്യണമെന്ന് വിചാരിച്ച് ചെല്ലും, അതൊരു കെണിയിൽ തന്നെ വേണമെങ്കിൽ പറയാം. ഒരു കെണിയിൽ പെട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതൊന്നും ചെയ്യാൻ പറ്റാതെ അക്കാഡമിക് രംഗത്തൊട്ടും എല്ലാം കൊള്ളാം. നേരത്തെ പറഞ്ഞ എന്തൊക്കെയോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അറ്റൻഡൻസ് മുതൽ ഇതിൽ പിന്നെ ക്ലാസ്സസ് നമ്മൾ ചെയ്യുന്നതും, ഈവൻ റെഗുലർ ക്ലാസ്സസ് വേറെയുള്ള ഹോണേഴ്സോ അതല്ലെങ്കിൽ മൈനർ കോഴ്സസ് ഒക്കെ വിട്ടട്ടെ, റെഗുലറായിട്ടുള്ള ക്ലാസ്സസ് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ നമ്മൾ ഒരുപാട് കുട്ടികൾ കണ്ടിട്ടുണ്ടാകും, നമ്മൾ നിത്യേനെ കാണുന്നതാണ്. അത് പാരൻസിനൊക്കെ ഭയങ്കര ഒന്നുമില്ല, അവർക്ക് തന്നെ ഭയങ്കര സ്വപ്നങ്ങളായിട്ടാണ് ഓരോരുത്തരും ക്യാമ്പസിലോട്ട് കയറി ചെല്ലുന്നത്. അപ്പം അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇപ്പോൾ കറക്റ്റ് ടൈമാണ് കുട്ടികൾ നമ്മൾ ഇപ്പോൾ ജസ്റ്റ് ജോയിൻ ചെയ്ത് അവർ ഈ ഒരു സെഗ്മെൻറ്റിലാണ് നിൽക്കുന്നത്, മീൻസ് ഈ ഒരു സമയത്താണുള്ളത്. അപ്പോൾ നമ്മൾ എന്താണ് കുട്ടികൾക്ക് അവരുടെ ഫ്രണ്ട് സർക്കിള്, അതേപോലെ പൊളിറ്റിക്സ് സ്വാഭാവികമായിട്ട് ഏത് ക്യാമ്പസിലും പൊളിറ്റിക്സ് ഉണ്ടാവും, അതേപോലെ പിന്നെ ബാക്കിയുള്ള കൾച്ചറൽ ഇൻവോൾവ്മെൻറ്റ് വേറെ ഉണ്ട്, ഡ്രഗ്സ്, ഇങ്ങനത്തെ ഒരുപാട് മാറ്റേഴ്സ് സ്വാഭാവികമായിട്ടും ഏതൊരു ക്യാമ്പസിലുണ്ട്, ക്യാമ്പസ് ലൈഫിൻ്റെ ഭാഗമായിട്ട്. അതിലെന്തൊക്കെയാണ് കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത്? അതൊരു വളരെ വിശാലമായി ചർച്ച ചെയ്യേണ്ട ഒരു മേഖലയാണ്. നമുക്കൊരു ചുരുങ്ങിയ സമയത്തിൽ ചുരുങ്ങിയ വാക്കുകളിൽ പറയുകയാണെങ്കിൽ അത്
പിന്നെ നമുക്ക് ഇവർ ഓഗസ്റ്റ് 13 ഫസ്റ്റ് ക്യാമ്പസിൽ വന്ന ഒരു സമയത്ത് അവരുടെ പാരൻസിനോടൊപ്പം വന്ന് അതാത് ക്യാമ്പസുകളുടെ പടി കയറുമ്പോൾ അവരുടെ മനസ്സിലുണ്ടായിരുന്ന കുറേ സ്വപ്നങ്ങളുണ്ട്, പ്രതീക്ഷകളുണ്ട്. ആ ദിവസം അവർ മറക്കരുതെന്ന് എനിക്ക് പറയാനുള്ളത്. എന്നും ആ ഒരു ദിവസം മനസ്സിലുണ്ടാവണം. അത് വരും ദിവസങ്ങളിൽ അവർ പാടെ മറന്നു പോകും. അത് മറന്നു പോകുമ്പോഴാണ് ആക്ച്വലി അപ്പോൾ പാരൻസിൻ്റെ കൂടെ വന്ന് ഇപ്പോൾ ഉണ്ടായിരുന്ന ആ ചിന്തയും അവസ്ഥയൊക്കെ മാറി മറിഞ്ഞ് ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ എല്ലാ അലത്തത്തിലും ഇപ്പോൾ ഈ പറഞ്ഞ എല്ലാ ആക്ടിവിറ്റീസും എല്ലാ ദിവസങ്ങളിലും മിക്കവാറും ദിവസങ്ങളിലൊക്കെ വൈകുന്നേരങ്ങളിൽ DJ പാർട്ടികളും എല്ലാവിധ എൻ്റർടൈൻമെൻറ്റ്സും ഉണ്ടാവും. എല്ലാ രൂപത്തിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ടാവും ക്യാമ്പസിൻ്റെ പരിസരങ്ങളിലും. ഈവൻ ക്യാമ്പസിനുള്ളിൽ പോലും പലപ്പോഴും ലഹരി കാര്യങ്ങളെല്ലാം ഒട്ടുമിക്ക ക്യാമ്പസുകളിലും കിട്ടും. അതിനുള്ള അത് പല വേണം നമുക്ക് പറയാവുന്ന യാഥാർത്ഥ്യം അങ്ങനെയാണ്. അപ്പോൾ എല്ലാ നിലക്കും അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ക്യാമ്പസിൽ പല നാടുകളിൽ പല വീടുകളിൽ നിന്നായിട്ട് വന്ന കുറേ ഫ്രണ്ട്സാണുള്ളത്. അപ്പോൾ അവരെ ചൂസ് ചെയ്യുമ്പോൾ നമ്മളെ ഭാഷയിൽ പല വാപ്പാരുടെ മക്കളാണ് ഓരോരുത്തരും. അപ്പോൾ പല കുടുംബ പശ്ചാത്തലവും പല എന്താ പറയുക അവരുടെ കണ്ടീഷൻസും ഇതെല്ലാം സറൗണ്ടിങ് എല്ലാം വ്യത്യസ്തം. അതുപോലെ തന്നെ വ്യത്യസ്ത മൊറാലിറ്റി കാഴ്ചപ്പാടുള്ള ആളുകളായിരിക്കും. വ്യത്യസ്ത തലങ്ങളിൽ മൊറാലിറ്റിയെ ഡിഫൈൻ ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും. ചിലർക്ക് ശരി എന്നുള്ളത് ചിലർക്ക് എന്തായിരിക്കില്ല, ശരി ആയിക്കൊള്ളണമെന്നില്ല, ചിലർക്ക് അത് തെറ്റായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ പല രൂപത്തിലുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത്, നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൃത്യമായി നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. നമ്മൾ അന്ന് വരുന്ന ദിവസം ഓഗസ്റ്റ് 13 ക്യാമ്പസിൽ കയറി വന്നപ്പോൾ ഉണ്ടായിരുന്ന സ്വപ്നങ്ങളും ഇനി ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് ഈ ജീവിതത്തിൽ നമുക്ക് ഒരു ലക്ഷ്യമുണ്ടല്ലോ. ആ ഒരുപക്ഷെ നമ്മൾ എൻജിനീയർ ആയില്ലെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് തിരിച്ച് റബ്ബിലേക്ക് പോകേണ്ടി വന്നാൽ അവിടം കൊണ്ട് അവസാനിക്കുന്ന ഈ ലോകത്തിനപ്പുറത്ത് വിശ്വസിക്കുന്ന ചില ആളുകളുണ്ട്. അതില്ലാത്ത ആളുകളും ഉണ്ടായിരിക്കും. അത് വിശ്വസിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, അത്തരം വിശ്വാസമുള്ള ആളുകളോട് പറയാനുള്ളത്, ഈ രണ്ട് ലോകത്തും ജീവിക്കാൻ നേടാൻ പറ്റുന്ന വിധത്തിൽ ഉള്ള ക്യാമ്പസിലെ എന്തൊക്കെ കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റുമോ പറ്റില്ല എന്നുള്ളത് അവർക്ക് സ്വയം തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു ബുദ്ധിയും പക്വതയും അവർക്കുണ്ട്. അതുകൊണ്ട് ക്യാമ്പസിൽ എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ചേർന്ന് നിൽക്കാൻ പറ്റുന്നിടത്തെല്ലാം ചേർന്ന് നിൽക്കുകയും ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നിടത്തെല്ലാം ആക്റ്റീവായി ഇൻവോൾവ് ചെയ്യുകയും ഈവൻ രാഷ്ട്രീയത്തിലടക്കം രാഷ്ട്രീയത്തിൽ സജീവമായിട്ട് ഇടപെടണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ആ രൂപത്തിൽ തന്നെ ഉണ്ടാവണം. അതോടൊപ്പം അതൊരു അക്രമ രാഷ്ട്രീയത്തിൻ്റെയും ആ രൂപത്തിലുള്ള പല രൂപത്തിലുള്ള വിഷയങ്ങളിലേക്ക് പോകുമ്പം അവിടെ നമ്മൾ എവിടെ സ്റ്റോപ്പ് ചെയ്യണം, ഏതർത്ഥത്തിൽ സ്റ്റോപ്പ് ചെയ്യണം, എവിടെയാണ് നമ്മൾ ബാരിയർ വെക്കേണ്ടത് എന്നുള്ളത് അവർക്ക് തന്നെ ഒരു ഡിസിഷൻ ഉണ്ടാവണം. ഡ്രഗ്സ് അതുപോലുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുമ്പോൾ ആ തരത്തിലേക്ക് പോവുകയാണെങ്കിൽ അതെവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം, അത് എന്തുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നു, എന്തുകൊണ്ട് അത് പറ്റില്ല, ആ ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ ഏത് നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ക്യാമ്പസിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വാല്യൂസ് കീപ്പ് ചെയ്യുന്നൊരു ക്യാമ്പസിലാണെങ്കിലും അല്ലാത്തടത്താണെങ്കിലും എവിടെയാണെങ്കിലും നമ്മുടെ ഉള്ളിൽ ചില കോർ വാല്യൂസ് എന്ത് ചെയ്യണം, ആ വിഷയത്തിൽ ഉണ്ടാവണം. അതിനനുസരിച്ച് എന്ത് ചെയ്യണം. അല്ല എങ്കിൽ ഇപ്പോൾ എൻ്റെ ഫോണിലൊക്കെ ഒരുപാട് ഉമ്മമാരുടെ വോയിസ് ഇപ്പോഴുണ്ട്, സാറേ എനിക്ക് അവനെ എൻജിനീയറായിട്ട് വേണ്ട, ഒരു മനുഷ്യനായിട്ട് തന്നാൽ മതി, അവൻ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നിർത്തിപ്പോന്നാലും കുഴപ്പമില്ല, എനിക്കവനെ ഇവിടുന്ന് പോയ പോലെ തിരിച്ചു കിട്ടണം എന്ന് പറയുന്ന ഒരുപാട് കരയുന്ന വോയിസുകൾ നമ്മുടെ ഫോണുകളിലുണ്ട്. അപ്പോൾ അത് ഞാൻ ഏറ്റവും ഈ ഒരു ഇവരിപ്പോൾ 18ഉം 19ഉം വയസ്സിലായിരിക്കും ഇപ്പോൾ ക്യാമ്പസിലേക്ക് കടന്നു വരാം. ഈ 19 വയസ്സിന് ശേഷമാണ് ഇപ്പോഴാണ് ഇവർ സ്വപ്നം കാണാൻ തുടങ്ങുന്നത്. ഇതിനപ്പുറം 19 വയസ്സിനും 18 വയസ്സിന് മുമ്പും അതിൻ്റെ 9 മാസത്തിന് മുമ്പും ഇവരുണ്ടാകുന്നു എന്ന് അറിഞ്ഞ നിമിഷം മുതൽ സ്വപ്നം കണ്ട ആ പാരൻസ് അവരുടെ സ്വപ്നങ്ങൾക്ക് കുറച്ച് വില കൊടുക്കുകയും അല്ലെങ്കിൽ അവരോടുള്ള സ്നേഹത്തിന് അവരെത്രയും ത്യാഗം ചെയ്തിട്ടാണ് അവരിങ്ങനെ നമ്മൾ ചോദിക്കുമ്പോൾ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് തരാനുള്ള മെഷീനുകളാണെന്നുള്ള ഒരിതിനപ്പുറത്ത്, ആ ഒരു ചിന്തക്കപ്പുറത്ത് അവരെ മനസ്സിലാക്കി ആ പാരൻസിനോട് ചേർന്ന് നിന്ന് ഒരുമിച്ച് നല്ല രൂപത്തിൽ എന്തിലൊക്കെ ഇടപെടാൻ പറ്റും, എന്തിലൊക്കെ ഇടപെടാൻ പറ്റില്ല എന്ന് കൃത്യമായ ബോധ്യം ഉൾക്കൊണ്ടുകൊണ്ട് ആരോടൊക്കെ ചേർന്ന് നിൽക്കാൻ പറ്റും, ആരോടൊക്കെ ചേർന്ന് നിൽക്കാൻ പറ്റില്ല എന്നവർക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റണം. എവിടെയൊക്കെ അവരുണ്ടാവണം, എവിടെയൊക്കെ അവരുണ്ടാവണ്ട. എന്നാൽ അങ്ങനെ ഒരു നിലപാടെടുത്ത് പോവുകയാണെങ്കിൽ ക്യാമ്പസിലെ എല്ലാവിധ ലീഡർഷിപ്പ് ആക്ടിവിറ്റീസിലും അവരുണ്ടാകും. എല്ലാവിധ ടെക്നിക്കലായിട്ടുള്ള അതുപോലെ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്ന മേഖലയിലെല്ലാം ഇൻവോൾവ് ആവുകയും അക്കാഡമിക്കലി ഇപ്പോൾ നമ്മളിത് ചർച്ച ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റുന്നൊരു കേസാണ് കഴിഞ്ഞ ദിവസം NITയിലെ കോൺവെക്കേഷൻ
അതെ, നടന്നു അതെ, അല്ലേ? അതെ. നമ്മുടെ ടോപ്പർ. അവിടുത്തെ 3 ഗോൾഡ് മെഡലിസ്റ്റ് അടക്കം കിട്ടിയ നല്ല ഏറ്റവും ടോപ്പ് പെർഫോമറായ കുട്ടി എന്ന് പറഞ്ഞാൽ എല്ലാ രംഗത്തും ഈ പറയുന്ന മോറൽ വാല്യൂസ് അടക്കം കീപ്പ് ചെയ്തുകൊണ്ട് പീസ് റേഡിയോ പോലുള്ള സംവിധാനവും ഇത്തരം കൂട്ടായ്മകളുമായൊക്കെ ബന്ധപ്പെട്ട് അതെ. നിലനിന്നിരുന്നൊരു കുട്ടിയാണെന്നുള്ളത്. അതെ. അപ്പോൾ ഒരിക്കലും ഈ ഒരു യാത്ര എന്ന് പറയുന്ന അക്കാഡമിക് എക്സലൻസിനോ അതുപോലെ നമ്മളൊരു കരിയർ കെട്ടിപ്പടുക്കുന്നിടത്തോ അതിനൊന്നും തടസ്സമാവുകയല്ല. ബാധിക്കുകയില്ല. പക്ഷേ എന്ത് ചെയ്യും, അതിനെ ഏറ്റവും നല്ല രൂപത്തിൽ ഈ പറയുന്ന ബാക്കിയെല്ലാം ഉണ്ടാവുമ്പോഴും നല്ല മനുഷ്യനല്ലെങ്കിൽ സ്വന്തത്തിനും കുടുംബത്തിനും വീട്ടുകാർക്കും നാട്ടുകാർക്കും ഉപകാരമില്ലാത്ത ബോധമില്ലാത്ത അവസ്ഥയിൽ പോകുന്ന ആളുകളാണെങ്കിൽ പിന്നെ നമുക്ക് എത്ര ലക്ഷങ്ങളുടെ ഓഫർ കിട്ടിയിട്ടും കാര്യമില്ല. മാത്രമല്ല കിട്ടുകയുമില്ല, അതൊരു യാഥാർത്ഥ്യമാണ്. അതെ, അതെ. ഈ രൂപത്തിൽ ഒരു അക്കാഡമിക് ഡിസിപ്ലിനും കാര്യങ്ങളും ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും ഈ ഇല്ല, രൂപത്തിൽ അങ്ങോട്ടൊന്നും എത്താൻ കഴിയില്ല. എത്തിപ്പെടുന്നില്ല. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാറ്ററാണ്. അപ്പോൾ അതിൽ അവരൊരു കൃത്യമായ ഒരു കാഴ്ചപ്പാടോടുകൂടി വേണം പോകാൻ. അതിനുള്ള നല്ല സൗഹൃദങ്ങളെ അവിടെ എന്ത് ചെയ്യണം, ക്യാമ്പസുകളിൽ കണ്ടെത്തി അവിടെ ചേർന്ന് നിൽക്കണം എന്നുള്ളതാണ് ആ വിഷയത്തിൽ പറയാൻ. ശരി, ഓക്കെ. നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നുണ്ട്. ഒരുപാട് നമ്മളെ കാൻഡിഡേറ്റ്സിന് അല്ലെങ്കിൽ ഇപ്പോൾ വന്ന് റീസെൻ്റ്ലി ജോയിൻ ചെയ്ത് 2025 അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ടുള്ള നല്ല നിർദ്ദേശങ്ങൾ ലുബൈബ് സാറ് നമുക്ക് ഇവിടുന്ന് തന്നിട്ടുണ്ട്. ഒരുപാട് ക്ലാസ് തുടങ്ങുന്നത് മുതൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് ഡേ മുതൽ നമ്മുടെ ഡിസ്കഷനിൽ വന്നു. ഫസ്റ്റ് ഡേ മുതൽ എൻഡ് ഓഫ് ദ ഡേ ക്ലാസ് കഴിഞ്ഞ് കോൺവക്കേഷൻ കഴിഞ്ഞ് ഒരു ജോബ് നേടുന്നത് വരെയും ജോബ് കിട്ടിയതിന് ശേഷമുള്ള കാര്യങ്ങളടക്കം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അതിൽ അക്കാഡമിക് രംഗത്തും നോൺ അക്കാഡമിക് രംഗത്തുള്ള ചർച്ചകളും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്. ഒരു 10+ ഇയേഴ്സ് ഈ രംഗത്ത് എക്സ്പീരിയൻസ് ഉള്ള ലുബൈബ് സാറ് നമുക്ക് പറഞ്ഞു തന്നു, കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. എന്തായാലും ജസാക്കല്ലാഹ് ഖൈർ. നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. അസ്സലാമു അലൈക്കും.